ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ വൈകിട്ട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് മുഴുവനായിട്ടുള്ളതാണ് കേട്ടോ, ഒരു 6 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത്, 3 പച്ചമുളക്, മല്ലിയില, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 മീഡിയം സൈസ് സവാള, ഒരു 100 ഗ്രാം ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒരു 700 ഗ്രാം ഇത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് കുക്കറിലിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ മീതെ വെള്ളം വരത്തേക്കത്തിൽ വെച്ചിട്ട് ഒരു 3ാമത്തെ വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആവിയൊക്കെ പോയിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തതാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായാലും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടിയൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് കഴുകി എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കട്ട പോലെ. നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചുവന്ന കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് അല്ല, ചതച്ചിട്ടതാണ് കേട്ടോ. ഉഴുന്നുപരിപ്പ് വേണ്ടാന്ന് ഉള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. നിർബന്ധമില്ല ഉഴുന്നുപരിപ്പ് വേണമെന്ന്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വാടി വരുമ്പോൾ അതിന് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് മസാലയുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഈ ഉഴുന്നുപരിപ്പ് നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ ബോണ്ടയ്ക്ക്. അതാണ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തത്. ഇഷ്ടമില്ല എന്നുള്ളത്, ചിലർക്ക് അത് കടിക്കുന്നത് ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ട, ഒഴിവാക്കണതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ബോണ്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉഴുന്നുപരിപ്പിട്ടാൽ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ടീസ്പൂൺ നിറച്ച് 1.5 സ്പൂൺ ഈ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാനതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിനൊന്ന് വെന്ത് വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട്. ക്യാരറ്റൊന്ന് വേവട്ടെ. എന്തായാലും നമുക്ക് മൂടിയിട്ട് വേവിക്കാം. ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇത് ക്യാരറ്റ് ഇടുമ്പോൾ വെളിച്ചെണ്ണ പോരാന്ന് തോന്നണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാരറ്റ് വെന്തിട്ടില്ല വെളിച്ചെണ്ണയുടെ ഇതില്ലെങ്കിൽ. അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് എല്ലാം ഇങ്ങനെ പൊടി പോയിട്ട് ഉടച്ചെടുക്കണ്ട. അത് ചെറിയ പീസൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വെറുതെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക്
ബോണ്ട കഴിക്കുമ്പോൾ ആ ഉരുളക്കിഴങ്ങ് കടിക്കാതെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ സ്പൂണും കൊണ്ട് ചെറുതായിട്ട് ഒടിച്ചാൽ മതി. എല്ലാവരും പൊടിച്ച് കളയണ്ട. എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് പോരെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ, നോക്കിയിട്ട്. നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് എനിക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പാകത്തിന് ഉപ്പായുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള ബാറ്റർ മുക്കി പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. ഈ സ്പൂണിൽ 2.5 സ്പൂൺ മൈദമാവും ഒരു 1/2 ടീസ്പൂണിന് താഴെയായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം എത്ര ഞാൻ അളവ് പറയാം. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ബോണ്ടയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മസാലയമ്മ ഇത് പിടിക്കില്ല. അപ്പം ഇതിലേക്ക് ഞാനൊരു 300 മില്ലി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 300 മില്ലി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലുള്ള മാവായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ബോണ്ടയുടെ ഉരുളകളൊക്കെ ഉരുട്ടിക്കഴിഞ്ഞ് ഇതുപോലത്തെ 20 ബോണ്ടയ്ക്കുള്ള ഇത് മസാല ഉണ്ടായിട്ടാ. എല്ലാം കൂടെ ഞാൻ ഈ പറഞ്ഞ അളവിൽ 700 ഗ്രാം ഉരുളക്കിഴങ്ങും 100 ഗ്രാം ക്യാരറ്റും കൂടി ചേർത്തത്. ഇനി നമുക്കിത് ഇതിൻ്റെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഓരോന്നും നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി എണ്ണ കയ്യിലേക്ക് തെറിച്ചാകും. ഇത് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇഷ്ടമുള്ള വെളിച്ചെണ്ണയിലും എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ വറുത്തെടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇതും ഒരു ചുമന്ന് ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. അതുകൊണ്ട് എല്ലാം ചുമന്ന് ഷെയ്ഡ് വന്നു കഴിഞ്ഞ് അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഉള്ളിലെ മസാലക്കൂട്ട് വെന്തേക്കണതല്ലേ, അപ്പോൾ പിന്നെ അധികം നേരം ഇതിലിട്ടുകൊണ്ടിരിക്കണ്ട. കളർ വരുമ്പോൾ തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ഉരുളകളും ഫ്രൈ ചെയ്തെടുക്കാം. തീപ്പ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയൊക്കെയാണ് ഇട്ടിട്ട് കൊടുക്കാം. കയ്യിലേക്ക് എണ്ണ തെറിക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. നേരത്തെ ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് ചെയ്തിട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ അടുത്ത ട്രിപ്പ് ബോണ്ട റെഡിയായി. അതിന് ബാക്കിയുള്ള ബോണ്ടയും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളുടെ ബോണ്ട എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ അടുത്ത മാവും
20 ഉണ്ടയ്ക്ക് ആ മാവ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ അളവിൽ തന്നെ എല്ലാവരും എടുത്താൽ മതി എടുക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബോണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയതാണ്. കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ആ മല്ലിയിലയുടെയും ചിക്കൻ മസാലയും ഉഴുന്നൊക്കെ ചേർത്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.